നമുക്കെല്ലാവർക്കും അറിയാം AIFFും അതോടൊപ്പം തന്നെ FSDലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ പല ISL ടീമുകളും തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളും അങ്ങനെ പലതും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ISLൽ കണ്ടിട്ടുണ്ടായിരുന്നു. പല ടീമുകളും ഡുറൻ കപ്പിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു ISLൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു പ്രശ്നത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം AIFFും FSDലും തമ്മിൽ 2010 ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ചു ആ ഒരു കരാർ ഈ ഒരു വർഷം ഡിസംബറിൽ അവസാനിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ISL നടക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ 90 സ്റ്റോപ്പേജ് എന്ന മാധ്യമത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു കരാർ ഡിസംബറിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഡിസംബർ ഈ ഒരു കരാർ പുതുക്കേണ്ട ഒരു ആവശ്യകത വളരെയധികം കൂടുതലാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആ ഒരു കരാർ പുതുക്കുമെന്ന് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഡുറൻ കപ്പ്, അതായത് ഈ വരുവാനായിട്ട് പോകുന്ന അടുത്ത മാസം നടക്കുവാനായിട്ടിരിക്കുന്ന ഡുറൻ കപ്പ്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റിൽ നിന്ന് പല ടീമുകളും മാറി നിൽക്കുന്ന സാഹചര്യം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി FC, അതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ, പിന്നീട് ഒഡീഷ FC, ഇങ്ങനെ 4 ക്ലബ്ബുകളാണ് ഡുറൻ കപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മാർക്കസ് മെലാവു ഈ ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോശം തീരുമാനം തന്നെയാണ് ഡുറൻ കപ്പ് പങ്കെടുക്കാത്തത് എന്നും പല ആരാധകരും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ ഈ ഒരു മാർക്കസ് മെലാവു എന്ന് പറയുന്ന പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റിനോട് ഒരു കാര്യം ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനികമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തെങ്കിലും കാര്യങ്ങൾ താരങ്ങളുമായിട്ട് ടോക്കോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ചർച്ചകളോ നടക്കുന്നുണ്ടോ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഏതെങ്കിലും താരവുമായിട്ട് ഇങ്ങനെ ഒരു നിലവിൽ കരാർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നീക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോക്സ് നടക്കുന്നുണ്ടോ എന്ന തരത്തിൽ ചോദിച്ചെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്, നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോസ് എന്നാണ്. പോസ് എന്ന ഒറ്റ വാക്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞ് നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉൾപ്പെടെ തന്നെ പല ടീമുകളുടെയും ട്രാൻസ്ഫർ നീക്കങ്ങൾ നിലവിൽ നിലച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ISLൻ്റെ താമസം അല്ലെങ്കിൽ ISL നടക്കാനായിട്ടുള്ള സമയം വീണ്ടും വർദ്ധിച്ച് അല്ലെങ്കിൽ താമസിച്ച് വരുന്ന സാഹചര്യത്തിലേക്കായിരിക്കും ഇത് നീങ്ങുന്നത്. നേരത്തെ തന്നെ അൺഒഫീഷ്യൽ സോഴ്സിൽ നിന്നൊക്കെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നതാണ് സെപ്റ്റംബർ 14 ISL തുടങ്ങുമെന്ന തരത്തിലുള്ളത്. നിലവിൽ ഡുറൻ കപ്പ് തന്നെ ഇങ്ങനെ തുടങ്ങാതെ അല്ലെങ്കിൽ നടക്കാതെ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഉറപ്പായും ISLൻ്റെ കാര്യത്തിലും മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ ISL നടക്കുന്ന ഒരു കാര്യത്തിലും മാറ്റം വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു ടൈം പീരീഡിലും മാറ്റം വരുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ തീരുന്ന ഒരു ടൂർണമെൻറ്റാണ് ISL എന്ന് പറയുന്നത്. സോ അത്രയും നീണ്ടു നിൽക്കുന്ന ടൂർണമെൻ്റ് ആയതിനാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതകളും വളരെ ഏറിയതാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം പരിഹരിച്ച് ISL നടത്തുക തന്നെയാണ് വേണ്ടത്. അതിനെല്ലാം ഉപരി ആദ്യം തന്നെ ഡുറൻ കപ്പ് നടത്തുകയും വേണം. പിന്നീട് ഏറ്റവും അവസാനം സൂപ്പർ കപ്പും നടത്തേണ്ടതാണ്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു കൃത്യമായ നടപടികൾ ഉടൻ തന്നെ ISL അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.